കേരള രാഷ്ട്രീയം എ സർട്ടിഫിക്കറ്റിലേക്ക് പോകരുത് എന്ന് പറയുന്നു. ഈ വാക്കുകൾ കെ മുരളീധരന്റേതാണ്. ഇന്നിപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് മുഖ്യൻ തനിക്ക് പറയാനുള്ളതൊക്കെ പറയുമ്പോൾ വനമേഖലയിലുള്ളവർക്ക് ആശ്വാസം എന്ന് പറഞ്ഞ ചില ഭൂനിയമ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ്. അതിനിടയിൽ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒപ്പം ഓണത്തിനുള്ള ക്ഷാമബത്ത കൊടുക്കുന്നു, ഓണത്തിനുള്ള കിറ്റുകൾ കൊടുക്കുന്നു. തീർന്നില്ല, പെൻഷൻ കൊടുത്ത് തീർപ്പ് കൽപ്പിക്കുന്നു. ഇത്തരത്തിൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമ്പോൾ കുട്ടികൾക്ക് കോലുമിഠായി കൊടുത്ത് പറ്റിക്കുന്നത് പോലെ കേരളക്കരയിലുള്ളവർക്ക് ചില്ലറ എന്തൊക്കെയോ കൊടുത്ത് വീണ്ടും വികസന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് CPM-ഉം പിണറായിയും. അങ്ങനെ അവസാനം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മാസങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ശുദ്ധി കലശം നടത്തി മുഖം മിനുക്കുകയെന്നതാണ് നമ്മൾ ഈ കാണുന്നത്. എന്നാൽ നിന്ന നിൽപ്പിൽ ആരോപണം ഉയർന്ന നേതാവിനെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് യാതൊരു ന്യായവാദങ്ങളും കോൺഗ്രസ് നിരത്തുന്നതേയില്ല. ഇത് പറയാൻ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത് മുഖ്യമായും ഉണ്ടായിരുന്ന മുകേഷിനെ വീണ്ടും മത്സരിപ്പിച്ച ഇടതു രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടും അതിനേക്കാളൊക്കെ നല്ലത് കോൺഗ്രസ് ആണ്. അതിനിടയിൽ മാങ്കൂട്ടം എന്ന ഒറ്റ പമ്പരത്തിൽ കറങ്ങുന്ന മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് VD സതീശൻ പറഞ്ഞു വലിയ ബോംബ് പൊട്ടാനുണ്ട് എന്ന്. എന്നാൽ അതൊരു നനഞ്ഞ പടക്കമായിരിക്കുമെന്നാണ് BJPയുടെ പ്രതികരണം. ഇവിടെയാണ് സതീശന്റെ ബോംബ് ഒരു ചീള് പടക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ രംഗത്തെത്തുന്നത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഇങ്ങനത്തെ ബോംബൊന്നുമല്ല. ഇപ്പോൾ ചില പത്രത്തിൽ ചില ചാനലിൽ ഞാൻ കണ്ടു സതീശൻ്റെ ബോംബാണ് കൃഷ്ണകുമാറിനെതിരെ. അങ്ങനത്തെ ചീള കേസുള്ള ബോംബൊന്നുമല്ല. സർക്കാരിനെ കുറിച്ച്, സർക്കാരിൻ്റെ അഴിമതികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് പുറകെ വരും. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. സ്ത്രീപീഡനം നടത്തിയൊരു വ്യക്തിയെ 2021 നിയമസഭയിലേക്കും 2024 ലോക്സഭയിലേക്കും മത്സരിപ്പിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയ രണ്ട് വ്യക്തികൾ, ഒരാൾ മുഖ്യമന്ത്രിയാണ്, രണ്ടാമൻ AK ബാലനും. സ്ഥാനാർത്ഥി 2021 വീണ്ടും അതേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു. 2021 വീണ്ടും കൊല്ലത്ത് നിർത്തി, അവിടെ തോറ്റുപോയി. അങ്ങനെ ചെയ്തൊരു മുഖ്യമന്ത്രി ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട. ഞങ്ങളിങ്ങനെ ആരോപണം കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതല്ലാതെ ഞങ്ങൾ ഉപദേശിക്കാൻ അദ്ദേഹം വരേണ്ട കാര്യമില്ല. സ്ത്രീ പീഡകനെ 2 തവണ സ്ഥാനാർത്ഥിയാക്കിയ മുഖ്യമന്ത്രിയുടെ ഉപദേശം കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല. ഞാനൊരു കാര്യം പറയുന്നത്, ഇങ്ങനെ ഒരു കേരള രാഷ്ട്രീയം ഒരു A സർട്ടിഫിക്കറ്റിലേക്ക് പോകരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം രാഷ്ട്രീയക്കാരെ കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടാവും. എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ പരസ്പരം ഈ രീതിയിൽ ആരോപണം വരുന്നത് രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ സാമ്പത്തിക ആരോപണം ഉന്നയിക്കാം, അതൊക്കെ പതിവുള്ളതാണ്. സർക്കാരിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതല്ലാതെ ആരൊക്കെ എവിടെയൊക്കെ മതിലിയാടി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നത് തന്നെ മോശമാണ്. ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു യങ് ജനറേഷന് അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല. ഇനി നാളെ ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടാൽ, ഇപ്പം ഞാൻ പറയാം, ഒരു നിഷ്പക്ഷമതി ചിന്തിക്കുക എങ്ങനെയാണ്. പാലക്കാട് മത്സരം പീഡകന്മാർ തമ്മിലായിരുന്നു എന്നൊക്കെയുള്ള ചിന്താഗതി വരുന്നതിനെ മോശമല്ലേ? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇമാതിരി ആരോപണങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. ആ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി, തെറ്റ് സംഭവിച്ചു എന്നാണ് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നു. അതനുസരിച്ച് ഞങ്ങൾ നടപടിയെടുത്തു. ഇനി ബാക്കി കാര്യങ്ങൾ സ്വീകരിക്കേണ്ട പോലീസാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ശരിയാണോ അന്വേഷിക്കണം. അപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്കും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരമുണ്ട്. അത് തെറ്റാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫർമേഷൻ സൂട്ട് ഫയൽ ചെയ്യാം. ഇത് രണ്ടും ഇല്ലാത്തിടത്തോളം കാലം അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. അപ്പോൾ അതിൽ പാർട്ടി സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്വയം പുണ്യവാണജ്യമാൻ നോക്കുകയാണ്. അദ്ദേഹം പറയേണ്ട ഒരു മറുപടി, എന്തുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച മുഖ്യമന്ത്രി ഒരിക്കലല്ല 2 തവണ എന്തിന് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി? മാത്രമല്ല, ഒരു സ്ത്രീയോട് മോശമായി സംസാരിച്ചതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയൊരു വ്യക്തി
രണ്ടാമതും ക്യാബിനറ്റിലേക്ക് എടുത്തു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉപദേശിക്കാൻ മുഖ്യമന്ത്രി വരണ്ട, അദ്ദേഹത്തിൻ്റെ ഉപദേശവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇദ്ദേഹം നടപടി, ബാക്കിയുള്ള രാഹുലിൻ്റെ കാര്യത്തിൽ നടപടി സർക്കാർ സ്വീകരിച്ചോട്ടെ, ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനുമില്ല. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ഉപദേശിക്കാൻ വരണം. അല്ല, അത് വരുന്നുണ്ട്. അത് ഇങ്ങനത്തെ ബോംബൊന്നുമല്ല. അപ്പോൾ ചില പത്രത്തിൽ ചില ചാനലിൽ ഞാൻ കണ്ടു, സതീശൻ്റെ ബോംബാണ് കൃഷ്ണകുമാറിനെതിരെ. അങ്ങനത്തെ ചീള കേസുള്ള ബോംബൊന്നുമല്ല. സർക്കാരിനെ കുറിച്ച്, സർക്കാരിൻ്റെ അഴിമതികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് പുറകെ വരും. അല്ലാതെ ഇന്നലെ പറഞ്ഞ ബോംബും ഇന്നത്തെ ഇതും തമ്മിലൊരു ബന്ധവുമില്ല. ഈ പറഞ്ഞ കേസൊക്കെ ഞങ്ങൾ പാലക്കാട് ഇലക്ഷൻ കാലത്ത് ഞങ്ങളും കേട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ വിഷയങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്, ഇലക്ഷന് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു. അതിന് ധാരാളം വരാനുണ്ട്. അത് പൊട്ടുമ്പോഴല്ലേ അറിയുള്ളൂ. അല്ലാതെ ഇന്ന് പൊട്ടാൻ പൊട്ടിയതിന് ശേഷം പറയും.